ക്രിസ്തേശു നാമത്തിൽ വന്ദനം. നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വഴികളിലൂടെയുള്ള ഈ യാത്രയിൽ ഈ സുദിനത്തിൽ നമുക്ക് ധ്യാനത്തിനും പരിചിന്തനത്തിനുമായിട്ട് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൽ നാം കാണുന്നു, ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്ന് താണുവണങ്ങി ഈശോയോട് പറയുന്നുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഈ കുഷ്ഠരോഗി നമുക്ക് നൽകുന്ന ഏതാനും സന്ദേശങ്ങൾ നമുക്കറിയാം. കുഷ്ഠരോഗി പുറത്ത് ഇറങ്ങി ആരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ എല്ലാവരാലും അകന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ ഈശോയുടെ അടുക്കിലേക്ക് ഓടി വരികയാണ്. എല്ലാവരാലും ഒറ്റപ്പെട്ടവർക്കും എല്ലാവരിൽ നിന്നും അകന്നു ജീവിക്കുന്നവർക്കും ആശ്രയമായി ഈശോ മാത്രമേ ഉള്ളൂ എന്ന് കുഷ്ഠരോഗി നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് താണ് വണങ്ങി ഈശോയോട് പറയുകയാണ്, തന്നെ പരിപൂർണമായി ദൈവദർശനത്തിൽ ഈശോയുടെ മുമ്പിൽ അടിയറ വയ്ക്കുകയാണ് കുഷ്ഠരോഗി ചെയ്യുക. അതിനുശേഷം കുഷ്ഠരോഗി പറയുന്നുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോയ്ക്ക് തന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസമാണ് കുഷ്ഠരോഗി അവിടെ പ്രഘോഷിക്കുന്നത്. ഈ ഒരു പ്രഘോഷണത്തിന് മറുപടിയായിട്ടാണ് ഈശോ പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കുവാൻ, ഈശോയുടെ അടുക്കിലേക്ക് ഓടി വരുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് ആശ്രയം കണ്ടെത്തുവാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഈശോ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ നമുക്ക് ഈ കുഷ്ഠരോഗി നൽകുന്ന മാതൃകയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസരങ്ങളെയും ഏത് അവസ്ഥകളെയും ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പിന്റെ നല്ല ദിനങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.